ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ എന്ന വണ്ടി. നമുക്ക് അതിനകത്ത് ഒന്ന് ചെയിൻ സ്പോക്കറ്റിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ഫ്രണ്ട് ഡിസ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ചേസിൻ്റെ പോർഷൻ നമുക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതായത് വീലും മൺകാർഡൊക്കെ ആയിട്ട് ഡിസ്റ്റൻസ് എനിക്ക് തോന്നുന്നു എപ്പോഴും പറഞ്ഞപ്പോൾ സംഭവിച്ചിരുന്ന കേസാണ്. ആ ചേസിൻ്റെ ബാക്ക് പോർഷൻ ബെൻഡായിരുന്നു. അത് നമ്മൾ കൊണ്ടുപോയി ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വീല് സെറ്റ് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനത് വണ്ടി വാട്ടർ സർവീസ് ഓപ്പണായിട്ട് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു വീഡിയോ ഇടാം. അതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഞാൻ അതിനെ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ്. അപ്പോൾ നമുക്ക് ചെയിനും സ്പോക്കറ്റ് സെറ്റായിട്ട് മാറണം. അതേപോലെ വീലിൻ്റെ ഉള്ളിൽ വന്ന് ഈ റബ്ബർ സെറ്റും കൂടി നമുക്ക് മാറ്റിയിടണം കേട്ടോ. അതേപോലെ ബാക്ക് ബ്രേക്ക് ലൈൻഡർ പരമാവധി ഉപയോഗിച്ച് കഴിഞ്ഞാലാണ്. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്തിടാം. മാക്സിമം യൂസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പാഡിൻ്റെ കേസാണ് പറഞ്ഞിരുന്നത്. ബ്രേക്ക് പാഡിനൊന്നും വേറെ പ്രോബ്ലം ഇല്ല. കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. അതിൻ്റെ ഈ റബ്ബർ ബൂട്ട് സെറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം. ഫ്രണ്ടിലത്തെ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ആണ്. വീൽ ബെയറിംഗ് സെറ്റാണ് നമുക്ക് മാറ്റേണ്ടത് കേട്ടോ. അപ്പോൾ അത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ആ ബ്രേക്കിൻ്റെ കേസൊക്കെ ക്ലിയർ ആയിക്കോളും. അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് വീൽ ബെയറിങ്, അതേപോലെ ബ്രേക്കിൻ്റെ കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത്, ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് പാഡൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചേസിൻ്റെ പോർഷൻ ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേസ് ലെവലിങ്ങും ഈ ചെയിൻ സ്പോക്കറ്റും മാറുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഞാൻ സെൻഡ് ചെയ്തിട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.